90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. സ്വജനപക്ഷപാതവും ബന്ധുജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും അധികാര ദുർവിനിയോഗവും നടത്തിയെന്ന് ലോകായുക്ത കണ്ടെത്തിയാലും രാജിവെച്ചാൽ രാഷ്ട്രീയ ധാർമ്മികതയെന്നു വാദം. മറുഭാഗത്ത് 50 ലക്ഷം രൂപ കണക്കിൽപ്പെടാതെ തൻ്റെ വീട്ടിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി 4 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അത് തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന് പറഞ്ഞ് രേഖകൾ പൂർണ്ണമായും സമർപ്പിക്കാനാകാതെ ന്യായീകരിക്കുന്നതിനും രാഷ്ട്രീയ ധാർമ്മികത എന്ന വാദം. രാഷ്ട്രീയ ധാർമ്മികത തിരഞ്ഞെടുപ്പുകളിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന്, പൊതുജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാലത്താണോ നാം ജീവിക്കുന്നത്? ഒരു ഭാഗത്ത് KT ജലീൽ, മറുഭാഗത്ത് KM ഷാജി. ഇനിയുമുണ്ട്. സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസി കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയുമായി നിയമയുദ്ധം പ്രഖ്യാപിച്ചതിനും നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി വിധി വരുമ്പോൾ അതിനെ സർക്കാർ സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണ്? രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പരസ്പരം മുന്നിൽ നിർത്തി രാഷ്ട്രീയത്തിനു വേണ്ടി പരസ്പരം ഏറ്റുമുട്ടുന്നോ, കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി? ഇവിടെയും രാഷ്ട്രീയ ധാർമ്മികത ആർക്കൊപ്പമെന്ന ചോദ്യമുയരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട രീതിയിൽ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടോ? കിറ്റും പെൻഷനും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിലെ വിഷയങ്ങളാക്കി ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ന്യൂസ് ഈവനിങ്ങിൽ ഉന്നയിക്കുന്നത്. നമുക്കൊപ്പം സാമൂഹ്യ നിരീക്ഷകൻ MN കാരശ്ശേരിയുണ്ട്, ഇടത് സഹയാത്രികൻ ഡോക്ടർ പ്രേംകുമാറുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടിയുണ്ട്. നമ്മൾ അന്വേഷിക്കുന്നു, രാഷ്ട്രീയ ധാർമ്മികത അപ്രസക്തമോ? ഞാൻ ഇടത് സഹയാത്രികനായ ഡോക്ടർ പ്രേംകുമാറിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ പ്രേംകുമാർ, ഇന്ന് KM ഷാജിയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപ കണ്ടെത്തി. അതിന് KM ഷാജി നൽകിയ വിശദീകരണം തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്, അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഒരാഴ്ചക്കുള്ളിൽ ഈ വിജിലൻസിനെ ബോധിപ്പിക്കുമെന്നാണ്. വിജിലൻസ് പക്ഷേ ആ ഉത്തരത്തിൽ തൃപ്തികരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ KT ജലീലിൻ്റെ കാര്യം വരുമ്പോൾ ലോകായുക്ത ഒരു അന്വേഷണം നടത്തുന്നു. ആ ലോകായുക്തയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്വജനപക്ഷപാതമുണ്ടെന്ന് കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയതിനെ തുടർന്ന് രാജിവെക്കാൻ ലോകായുക്ത പറയുന്നു. രാജിവെച്ചിറങ്ങുമ്പോൾ അത് രാഷ്ട്രീയ ധാർമ്മികതയാണെന്ന് ആഘോഷിക്കപ്പെടുന്നു. നമുക്ക് ചുറ്റും ഈ കാഴ്ചകൾ നമ്മളോട് പറയുന്നത് എന്താണ് ഡോക്ടർ പ്രേംകുമാർ? എല്ലാ മുന്നണികളിലും ഈ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കപ്പുറം അധികാര രാഷ്ട്രീയത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും അഴിമതിക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ മത്സരമാണോ ചുറ്റും നിറയുന്നത്? നമ്മൾ മറ്റെങ്ങുമില്ലാത്തൊരു കാലത്തോളം രാഷ്ട്രീയ ധാർമ്മികമായൊരു കാലത്ത് സഞ്ചരിക്കുകയാണോ? അതല്ല, ഇതെല്ലാ കാലങ്ങളിലും ഉള്ളതുപോലെ ഇപ്പോഴും തുടരുന്നുവെന്നാണോ? ഈ രണ്ട് എക്സ്ട്രീം സ്റ്റാൻഡിനോടും എനിക്ക് യോജിപ്പില്ല. അതേപോലെ ഈ രണ്ടുപേരെയും പക്ഷെ നിങ്ങൾക്കൊരു ഡിസ്കഷൻ അങ്ങനെ പറ്റുള്ളൂ. KM ഷാജിയെയും KT ജലീലിനെയും ഒരേപോലെ വെച്ചിട്ട് രണ്ടുപോലെ വെക്കുക എന്നുള്ളതേ പറ്റുണ്ടാവുള്ളൂ. അതിലും പ്രശ്നമുണ്ട്. 100% ഫുൾ പ്രൂഫ് ആയ രീതിയിൽ ഒരു തരത്തിലും അഴിമതി ചെയ്യാത്ത രീതിയിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും പൊതുപ്രവർത്തകർക്കോ ജീവിക്കാൻ പറ്റുമോ, പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏകദേശം അസാധ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം ഇപ്പൊ കമ്പയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ തമ്മിൽ എടുത്തു നോക്കിയാലും അറിയാം. അപ്പൊ അരുണ് പറഞ്ഞതിനകത്ത് ഒരു പെശകുണ്ട്. അന്ന് 50 ലക്ഷം രൂപ പിടിച്ചപ്പം KM ഷാജി പറഞ്ഞിട്ടില്ല കേട്ടോ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നുള്ളത്. അന്ന് പത്രക്കാരോട് പറഞ്ഞിരുന്നത് അതിന്റെ സോഴ്സ് ഞാൻ പറയും എന്നാണ് പറഞ്ഞത്. ഞാൻ പറയാം എന്നാ പറഞ്ഞത്. എന്താണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടില്ല. ഇന്നാണെന്ന് തോന്നുന്നു മുസ്ലിം ലീഗ് ഇത് ഏറ്റെടുക്കുന്നു എന്ന് ആദ്യം പറയുന്നു. അതിനുശേഷമാണ് ഷാജി പറയുന്നത് ഇത് ഫണ്ട് പിരിച്ചതാണ്, ഇതിന്റെ റെസീറ്റും കൗണ്ടർ ഫോയിലും ഒക്കെ കിട്ടണം, അതിനുശേഷം ഞാൻ പറയുന്നുള്ളത്. KM ഷാജിയുടെ പിന്നാലെ ഉണ്ടായിട്ടുള്ള അന്വേഷണങ്ങളുടെ തുടക്കം നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. അദ്ദേഹം തന്നെ ഒരു +2 കോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിയെന്നും ആ വാങ്ങിയ കൈക്കൂലി കൊടുക്കേണ്ടുന്ന സ്ഥലങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പരാതി ഉന്നയിക്കുന്നു. വിജിലൻസിൽ കേസ് കൊടുക്കുന്നു, KM ഷാജി തന്നെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം വിജിലൻസ് കേസ് കൊടുക്കുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു നാൾ വഴിയാണ് അതിനകത്തുള്ളത്. ഇപ്പം വിജിലൻസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുന്നു. 50 ലക്ഷം രൂപ 47 ലക്ഷം രൂപ ഒളിപ്പിച്ചു വെച്ചതാണ്. കട്ടിലിന്റെ അടിയിൽ നിന്നാണ്. ഇപ്പൊ ഷാജി ലൈവില് പറയുന്നത് കേട്ടു, ആർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ കട്ടിലിന്റെ കാൽഭാഗത്തിന്റെ അടിയിലാണ് വെച്ചതെന്നുള്ളത്. സത്യം പറഞ്ഞാല് ഒരു മോഷണ മുതലൊക്കെ സൂക്ഷിക്കുന്നത് പോലെ ഒരു MLA ഒന്നും അങ്ങനെ കാശ് വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ കാശ് നമ്മുടെ വീട്ടിലാണെങ്കിലും അലമാരയിലോ കാശ് വെക്കുന്ന പോലെയാണല്ലോ വെക്കുക. അങ്ങനെ അല്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏത് പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഇൻസൾട്ടിങ് ആവുന്ന രീതിയിലാണ് KM ഷാജി പണം പിടിക്കുന്നത്. ഈ 50 ലക്ഷം രൂപ പ്രേംകുമാർ ഇത്രയും കറൻസി ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ 50 ലക്ഷം രൂപയിൽ 2000 രൂപയുടെ ഏകദേശം 8000-ഓളം
2000 രൂപ നോട്ടുകളും പിന്നീട് 500 രൂപയുടെ നോട്ടുകളും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കൂടി അതെ. കൊള്ളാൻ പറ്റുന്ന ഒരു അലമാര ഈ ക്യാമ്പ് ഹൗസിൽ ഉണ്ടായിരുന്നില്ലായിരിക്കാം, ഒരു ഈ ട്രങ്കിലായിരിക്കാം ഒരുപക്ഷെ അത് സൂക്ഷിച്ചത്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞതുപോലെ കട്ടിലിനടി നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ശരി അരുൺ, അതായത് എന്റെ കയ്യിൽ 50 ലക്ഷം രൂപ കറൻസി ഉണ്ടാവാറില്ല, അരുണിന്റെ കയ്യിൽ ഉണ്ടാവാറില്ല. എന്തായാലും KM ഷാജിയുടെ വീട്ടിൽ 50 ലക്ഷം രൂപയുടെ കറൻസി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പൈസ സൂക്ഷിക്കുന്ന, സ്വാഭാവികമായ രീതിയിൽ സേഫ് ആയിട്ട് പൈസ സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പോലും അല്ല അത് എടുത്തത് എന്ന് ഷാജി പറഞ്ഞു. ആദ്യം കേട്ട കഥകളൊന്നും ശരിയല്ല, ക്ലോസറ്റ് ഒന്നുമില്ല, ശരിയല്ല, നമ്മളൊക്കെ അതിനെ തമാശയാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല, കട്ടിലിന്റെ അടിയിലാണ്. എന്തായിരുന്നാലും പൈസ വെക്കേണ്ട രീതിയിൽ പോലും അല്ലാതെ ഫിസിക്കലായിട്ട് വെച്ചിട്ടുള്ളത് പോലും. അദ്ദേഹം അന്ന് അതിന് പത്രക്കാർ ചോദിച്ചിരുന്നു ഇത് എവിടുന്നാണ് പൈസ എന്നുള്ളത് സാർ ഇപ്പൊ പറഞ്ഞാൽ മതിയല്ലോ, അപ്പൊ ക്ലാരിഫൈഡ് ആവുമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ. അന്ന് രാത്രി KM ഷാജി പറഞ്ഞിരുന്നത് അതെന്താണെന്ന് ഞാൻ പറയാം അദ്ദേഹം അവർക്ക് ആ പൈസ തിരിച്ചു തരേണ്ടി തരുമെന്നാണ്. ഇന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു അബദ്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൗണ്ടർ ഫോയിലുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസയാണെന്ന് പറയും. അപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നു. 30 ലക്ഷം രൂപയോ 35 ലക്ഷം രൂപയാണ് പരമാവധി ചെലവഴിക്കാവുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും പിന്നെ 47 ലക്ഷം രൂപ ബാക്കി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കറിയില്ല, വല്ലാത്തൊരു പന്തികേടുണ്ട് അതിന്റെ അകത്ത്. KT ജലീലിന്റെ കേസില് സ്വാഭാവികമായിട്ടും ലോകായുക്ത കണ്ടുപിടിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണ് ശരിക്കും. അതായത് സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഡെപ്യൂട്ടേഷൻ എടുക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിന്റെ അകത്ത് അമെന്റ്മെന്റ് വരുത്താൻ പാടില്ല എന്നുള്ളത്. ഒരുപക്ഷെ അത് ക്യാബിനറ്റിന്റെ സാങ്ഷനോടെ ചെയ്താൽ ശരിയാകുമായിരുന്ന കാര്യമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാരണം ഒരു ഭയങ്കര ക്രിമിനൽ ഒഫൻസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നടപടിക്രമത്തിന്റെ അകത്തുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ്. ഇനി ഇത് ജലീൽ എന്തായാലും രാജിവെച്ചു കഴിഞ്ഞു, ആ കാര്യത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ ഉണ്ട് കേട്ടോ. അതായത് സർക്കാർ ജീവനക്കാരെ ഡെപ്യൂട്ടേഷനിൽ സർക്കാരിന് പ്രത്യേക പദവികളിലേക്ക് നിയമിക്കാം. സ്വകാര്യ മേഖലയിലുള്ള ആളുകളെ നിയമിക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു നിയമം ഉണ്ടല്ലോ, അത് LDFും UDFും ഒക്കെ പാലിക്കുന്ന ഒരു നിയമം. ആ നിയമം എത്രത്തോളം ധാർമ്മികമായിട്ട് ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടത് പ്രേംകുമാർ അറിയാമല്ലോ, KT ജലീൽ ഇയാളുടെ യോഗ്യത 2 വർഷം മുമ്പേ നിശ്ചയിച്ചു വെക്കുന്നു. ആ യോഗ്യത നിശ്ചയിച്ചത് ഇദ്ദേഹത്തിന് വേണ്ടിയാണ് എന്ന് പിന്നീട് ഈ ലോകായുക്തയ്ക്ക് ബോധ്യമാവുന്നു. അതിനെ തുടർന്നാണ് ഈ ഇടപെടൽ നടന്നിരിക്കുന്നത്, അധികാര ദുർവിനിയോഗമാണെന്ന നിഗമനത്തിലേക്ക് ലോകായുക്ത എത്തുന്നത്. ആ വിഷയമാണ് പ്രധാനം. ഒപ്പം ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് ഈ സംസ്ഥാനത്തെ ഏജൻസിയിലേക്ക് എത്തുന്നതിൽ സംസ്ഥാന സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു നിയമം തടസ്സമാകുന്നു എന്നുള്ളത് സാങ്കേതികമായ ഒരു കാര്യം. പക്ഷെ ഇത് സാങ്കേതികമല്ല. 2 വർഷം മുമ്പ് അധികാരത്തിലിരുന്ന് സ്വജനപക്ഷപാതം നടത്തി എന്നതാണ് പ്രശ്നം. ഇതിനകത്തുകൊണ്ട് അരുൺ, ഞാൻ അരുണോടായതുകൊണ്ട് അരുണ് മനസ്സിലാവുന്നതുകൊണ്ട് പറയാണ്, അല്ലാതെ ആരെ ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല. അതായത് പിന്നെ ഈ ഏത് ജോലിയിലായിരുന്നാലും, അത് പെർമനന്റ് ജോബിലായിരുന്നാലും ഡെപ്യൂട്ടേഷനിലായിരുന്നാലും പെർഫോമൻസ് ബേസ് ചെയ്ത്, അത് സെലക്ഷൻ ആയിരുന്നാലും അവരുടെ അവരുടെ കഴിവായിരുന്നാലും ഇവാലുവേറ്റ് ചെയ്യണമെന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നാളെ ഏതെങ്കിലും ഒരു സർക്കാർ LDFോ UDFോ വരുന്നു എന്ന് കരുതുക, ഒരു ചാനൽ തുടങ്ങുന്നു ഗവൺമെന്റ്, ആ ചാനലിൽ അവതാരകനായിട്ടോ ചീഫ് എഡിറ്ററായിട്ടോ അരുൺകുമാറിനെ പോസ്റ്റ് ചെയ്താൽ ഞാൻ അതിൽ ധാർമ്മികമായിട്ട് ഒരു തെറ്റും കാണില്ല. നിങ്ങൾക്ക് ഉള്ളത് PhD പൊളിറ്റിക്കൽ സയൻസിലാണ്, പൊളിറ്റിക്കൽ സയൻസിൽ PhD ഉള്ള ഒരാളെ TV അവതാരകനാക്കരുത് എന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ് ബേസ് ചെയ്ത് എടുക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസപ്രകാരം എഫിഷ്യൻസി ബേസ് ചെയ്തുകൊണ്ട് ആളുകളെ ജോലിക്ക് എടുക്കുന്ന രീതിയിൽ സർക്കാരിന്റെ കാര്യങ്ങൾ അമെൻഡ് ചെയ്യപ്പെടേണ്ടെന്ന്, റിവൈസ് ചെയ്യപ്പെടേണ്ട കാലം ജനറൽ എല്ലാ കേസിലുമാണ് ഞാൻ പറയുന്നത്. അത് പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ വന്നതായിരുന്നാലും ഇപ്പൊ ജലീലിനെതിരെ വന്നായിരുന്നാലും അത് മാറ്റേണ്ട കാലമായി എന്ന് എനിക്ക് തോന്നുന്നു. സാങ്കേതികമായ നിയമപരമായ പ്രശ്നങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ ധാർമ്മികത സംബന്ധിച്ച വിഷയത്തിൽ വല്ലാതെ UDF പക്ഷത്ത് സംഭവിച്ച പോലെയുള്ള ഒരു അപഭ്രംശം സംഭവിച്ചിട്ടില്ല എന്നതാണ് പ്രേംകുമാറിന്റെ നിലപാടെന്നാണ് തമ്മിൽ ഡിഗ്രിയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ കൈക്കൂലി വാങ്ങുന്നു. ആ പോയിന്റിൽ എനിക്ക് NP ചെക്കുട്ടിയുടെ ഒരു പ്രതികരണം വേണം. NP ചെക്കുട്ടി, പ്രേംകുമാർ അത് വ്യക്തമാക്കുന്നത് UDFനെയും LDFനെയും, മറുഭാഗത്ത് BJPയുടെ നമുക്ക് ഈ കുംഭമേള അടക്കമുള്ള വിഷയങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എത്തണം. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി വിമർശിക്കുന്ന V മുരളീധരൻ, ഒരു ഭാഗത്ത് നടക്കുന്ന കുംഭമേളയിലെ കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകൾ കാണാതെ പോകുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വരുന്നതും അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ, ഇതെല്ലാം മറുഭാഗത്ത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യുന്നു. എങ്കിലും പ്രത്യക്ഷത്തിൽ ഈ 2 കേസുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ ചോദ്യം ഉയരാനുള്ള കാരണവും അവിടെയാണ്. സ്വജനപക്ഷപാതം നടത്തി എന്ന് ലോകായുക്ത കണ്ടെത്തി രാജിവെച്ചാലും ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പരിചയം എടുത്ത് തടുക്കുന്നു. മറുഭാഗത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും 50 ലക്ഷം രൂപ കട്ടിനടിയിൽ നിന്ന് കിട്ടുന്ന ഒരു MLA അത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു വീരസാഹസികനെ പോലെ അതിനെ പ്രതിരോധിക്കുകയാണ്. ഇങ്ങനെയാണോ വേണ്ടത്? ഇത് നമ്മളുടെ പൊതുജീവിതത്തിലെ കളങ്കത്തെ അല്ലേ സൂചിപ്പിക്കുന്നത്? രാഷ്ട്രീയ ധാർമ്മികത നഷ്ടപ്പെട്ടിട്ടും ഈ നേതാക്കൾക്ക്
ആ രാഷ്ട്രീയ ധാർമ്മികതയുടെ പരിചയം എടുത്ത് പിടിക്കാൻ കഴിയുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നത്? അല്ല, ഇതിൽ മന്ത്രിയായിരുന്ന ആള് ഈ ജലീലിൻ്റെ മന്ത്രിസ്ഥാനം, അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന ഇടപാടുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മുടെ ഓരോ സ്ഥാനത്തേക്കും ആളുകൾ നിശ്ചയിക്കുന്ന സമയത്ത് അതിനുള്ള യോഗ്യതകളെ സംബന്ധിച്ചുള്ള ഇതൊക്കെ നിയതമായിട്ടുള്ള രീതികളുണ്ട്. ആ നിയതമായ രീതികളെ ബൈപ്പാസ് ചെയ്യുകയും ഇല്ലായ്മ ചെയ്യുകയും സ്വന്തം കുടുംബത്തിലുള്ള ഒരു അംഗത്തിന് വേണ്ടി എടുത്ത് മാറ്റിമറിക്കുകയും ചെയ്യുമ്പോൾ അത് പറയാം, വേറെ ആളെ കിട്ടായിട്ടാണ്, വേറെ നാട്ടുകളിൽ വേറെ ആളുകളിലായിട്ടാണ്, യോഗ്യത കുറവായതുകൊണ്ട് ഇദ്ദേഹത്തിന് അമിതമായിട്ടുള്ള യോഗ്യതയുണ്ട്, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഞാൻ വ്യക്തിഗതമായിട്ടൊരു കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത്, ഇദ്ദേഹത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ ചുമതലയുണ്ടായിരുന്ന കാലത്ത് കുടുംബശ്രീയിലേക്ക് 80ഓളം ആളുകളെ ഒരു അപ്പോയിൻമെൻ്റ് ഒരു വിഷയം ഉണ്ടായിരുന്നു. കൺസൾട്ടൻസി പ്രധാനപ്പെട്ട പദവികളാണ്. അതിലേക്ക് പിന്നെ അമിത യോഗ്യത, അധിക യോഗ്യതയായിട്ട് ചോദിച്ചിരുന്ന യോഗ്യതയുള്ള സവിശേഷ യോഗ്യതയുള്ള ഒരു അപേക്ഷാർത്ഥിയുടെ ഒരു രക്ഷിതാവ് കൂടിയാണ് ഞാൻ ഈ ഇരിക്കുന്ന ആള്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാനിപ്പോൾ വിശേഷിച്ച് പറയുന്നില്ല. പക്ഷേ വളരെ ഖേദകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള ആ കേസിനെ സംബന്ധിച്ച് പിന്നീട് ഫിറോസ് അന്വേഷിച്ച സമയത്ത് കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. ശാരദാ മുരളീധരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ചില ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആളുകൾ കൊടുക്കേണ്ടായിട്ടുള്ളത്. യോഗ്യതയുള്ള ആളുകളെ ഇൻ്റർവ്യൂവിന് പോലും വിളിച്ചിട്ടില്ല. ഇത് തുടക്കം മുതലേ ഉണ്ടായിരുന്നൊരു സംവിധാനമാണ്. തുടക്കം മുതലേ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവസാനം അദ്ദേഹത്തെ കുടുംബത്തിലുള്ള ഒരാൾക്ക് കൊടുത്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ധാർമ്മികതയുടെ പേരിലായാലും ശരി, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം, നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം, നാട്ടിലുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ വളരെ അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാനതിനെക്കുറിച്ച് പിന്നെ ധാർമ്മികതയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് സംസാരിക്കാൻ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന, ഈ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ജലീലിനോ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർക്ക് ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. രണ്ടാമത്തെ കാര്യം, മറുഭാഗത്ത് കേരളത്തിൽ ഇപ്പം ഒരു MLA മാത്രമാണോ മത്സരിച്ചിട്ടുള്ളത്? പിന്നെ ഷാജി മാത്രമാണോ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? 140 മണ്ഡലങ്ങളിൽ MLA മത്സരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ പണം ചെലവാക്കിയിട്ടുണ്ട്. അവരിൽ പല ആളുകളുടെ കയ്യിലും പണം കൈവശം, കാരണം ഇലക്ഷൻ്റെ പിറ്റേന്ന്, തെരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ പിറ്റേന്ന് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് പോലും കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നതിന് മുമ്പ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഈ ഉള്ള പണം അത് പിന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ അത് കക്കൂസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി, ടി വിൻ്റെ അകത്തുനിന്ന് കിട്ടി, വേറെ എവിടെന്നോ കിട്ടി. സത്യത്തിൽ എവിടെ നിന്നാ കിട്ടി എനിക്ക് അറിയണം, ഞാൻ അവിടെ പോയി നോക്കിയിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആളുകളെ അനാവശ്യമായിട്ട് അപഖ്യാതി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതും തമ്മിൽ എനിക്കൊരു സംശയം. അങ്ങനെ മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ, ഇതിനകത്ത് ഈ KM ഷാജിക്ക് അപഖ്യാതി എന്ന രീതിയിൽ അങ്ങേക്ക് അതിനെ എങ്ങനെ കാണാൻ സാധിക്കുന്നു? കാരണം അങ്ങ് ഒന്ന് നോക്കൂ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ ഒരു MLA മാത്രം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജിലൻസ് നോട്ടമിട്ടു? അതിന് പിന്നിലൊരു കഥയുണ്ട്, അത് അങ്ങേക്ക് പറയാവുന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം KM ഷാജിയെ ചോദ്യം ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിജിലൻസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊരു കേസ് പെൻഡിംഗ് ആണ്. പക്ഷേ ഈ സമയത്ത് വിജിലൻസ് എന്തുകൊണ്ട് എത്തി എന്നൊരു ചോദ്യം അത് പ്രസക്തമാണ്, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ അങ്ങനെ വിജിലൻസ് എത്തുമ്പോഴും ആ വീട്ടിൽ 50 ലക്ഷം രൂപ കാണുന്നു. അതിന് തൃപ്തികരമായ വിശദീകരണം കൊടുക്കാൻ MLAക്ക് പറ്റുന്നില്ല. അത് നമ്മളുടെ MLA ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ചേരുന്നതാണോ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ടല്ലോ. അത് കണ്ടെടുത്ത വിജിലൻസിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ വിമർശിക്കുന്നതോടൊപ്പം ആ കണ്ടെടുക്കാനിടയായ സാഹചര്യം അത് ഈ MLA ഉണ്ടാക്കിയതാണ്. MLAക്ക് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. 50 ലക്ഷം ആദ്യം പറയുന്നു ഞാനത് പറയാമെന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നു അത് തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്, അതിനുവേണ്ടി നീക്കിവെച്ചതാണ്. എങ്കിൽ ആര് തന്നു? അത് കൃത്യമായിട്ട് അറിയില്ല. ഏത് ബാങ്ക് വഴി? അത് കൃത്യമായിട്ട് അറിയില്ല. ആരാണ് അവിടെ കൊണ്ടുവച്ചത്? അതറിയില്ല. ആരാണ് പാർട്ടിയിൽ അത് ഏൽപ്പിച്ചത്? അതറിയില്ല. അതിനുള്ള ഉത്തരവൊന്നും വിജിലൻസിന് കൊടുക്കുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും തരാമെന്ന് പറയുന്നു. ഇപ്പോൾ ശ്രീ NP ചെക്കുട്ടി, അങ്ങയുടെ വീട്ടിൽ ഒരു 50 ലക്ഷം രൂപ വന്നാൽ അതിൻ്റെ വഴി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അങ്ങേക്ക് അറിയാമല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ നേതാവാണെങ്കിൽ പോലും അത് അവിടെ കൊണ്ടുവച്ചത് ആരാണെന്നെങ്കിലും മിനിമം പറയാനുള്ളൊരു ബാധ്യതയുണ്ട്. ഇതൊന്നും ഈ KM ഷാജി പറയുന്നില്ല. അവിടെയാണ് എങ്ങനെയാണ് KM ഷാജിക്ക് അപഖ്യാതിയാകുന്നത്? അല്ല, ഇതിലുള്ള പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് ഒരു വസ്തുതയുള്ളത്, വലിയ തോതിൽ പണം ചെലവഴിക്കാൻ ബാധ്യസ്ഥമാവുന്ന ഒരു ഏരിയയാണത്.
അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കണക്കുകൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. പലപ്പോഴും പിന്നെ നമ്മൾ പണം പിരിക്കാൻ ബാധ്യസ്ഥമാണ്. പാർട്ടി ഫണ്ടുകൾ നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ അദ്ദേഹം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം കണക്കുകൾ കൊടുക്കുന്നത് വരെയെങ്കിലും നമ്മൾ അദ്ദേഹത്തിനോട് മാത്രമായിട്ടൊരു സവിശേഷമായിട്ടുള്ള ഒരു എന്താ പറയുക, അദ്ദേഹം തെറ്റുകാരനാണ്. കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ വേറെ ആളുകളുണ്ട്. അവർ പലരും പലതരത്തിലുള്ള പിന്നെ ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള ഹിസ്റ്ററി ഉള്ള ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയിൽ 2020 എന്നിട്ടൊരു ഒരു പാർട്ടി മത്സരിക്കുന്നത്, എന്താ പാർട്ടിൻ്റെ ഹിസ്റ്ററി എന്താണ്? അതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ പൊളിറ്റിക്കൽ വിങ് ആണ്. അപ്പോൾ ആ തരത്തിൽ അവരൊക്കെ ഇവിടുന്ന് ഈ പണം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക, ബന്ധപ്പെട്ട കക്ഷിക്ക് പറയാനുള്ള എക്സ്പ്ലനേഷനുള്ള സമയം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല ആളുകളും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല ആളുകളും കാശ് കൊടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി എനിക്ക് തൃശ്ശൂരിൽ നിന്ന് പ്രേക്ഷകർ അറിയിക്കേണ്ടതുണ്ട്. ഞാൻ അതിനുശേഷം മടങ്ങി വരാം. സുധീഷ നമ്മളോടൊപ്പം ചേരുന്നു. തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, തൃശ്ശൂർ പൂരത്തിന്റെ ഘടകപൂരങ്ങളിൽ എത്തുന്നവരുടെ എണ്ണത്തിന് പരിധിയില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. പങ്കെടുക്കുന്നവർക്ക് RT-PCR ടെസ്റ്റ് അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കൂടുതൽ പാസ് അനുവദിക്കണമെന്ന് ഘടകക്ഷേത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു. സുധീഷ ധർമ്മൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ ധർമ്മൻ, ഇത് ജില്ലാ ഭരണകൂടത്തോട് ഈ ഘടകക്ഷേത്രങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഘടകപൂരത്തിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു കണക്കും ഈ വെക്കാൻ സാധിക്കാൻ പോകുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഘടകപൂരങ്ങളോട് പറഞ്ഞിരുന്നത് 50 പേർ ഓരോ ഘടകപൂര ക്ഷേത്രങ്ങളുടെ കൂടെയും എഴുന്നള്ളിപ്പിന് പങ്കെടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഈ ഘടകക്ഷേത്ര ഭാരവാഹികൾ തയ്യാറായിരുന്നില്ല. കാരണം ഒരു എഴുന്നള്ളിപ്പിൽ തന്നെ ആനകളുടെ പരിചാരകന്മാരായി തന്നെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ കൊട്ടും വാദ്യാഘോഷങ്ങളും ഒക്കെയുള്ള ആളുകളെ ചേർക്കുമ്പോൾ ഒരിക്കലും 50 പേർ എന്നൊരു കണക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഘടകക്ഷേത്ര ഭാരവാഹികൾ മുന്നോട്ട് വെച്ചു. ഇതേ തുടർന്നാണ് ഇന്ന് വൈകിട്ട് ഇപ്പം അല്പം മുമ്പ് കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ ഏതാണ്ട് 500 പാസുകൾ വീതം 8 ഘടകക്ഷേത്രങ്ങളാണുള്ളത്. ഇവർക്കെല്ലാം 500 പാസുകൾ വീതം അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നിരുന്ന ചർച്ച. പക്ഷേ കൂടുതൽ പാസ് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. പിന്നീടാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് വന്നത്. കാരണം ഈ ദിവസങ്ങൾ കൊണ്ട് ഈ ഘടകക്ഷേത്രങ്ങളുടെ ഒപ്പം വരുന്ന ആളുകൾ ഉൾപ്പെടെ RT-PCR ടെസ്റ്റോ അല്ല എങ്കിൽ കോവിഡ് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റോ നിർബന്ധമായും കൊണ്ടുവരണം എന്നൊരു നിബന്ധന ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചു. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ, ഇനി ആകെ 7 ദിവസങ്ങൾ മാത്രമേ പൂരത്തിനുള്ളൂ. അതിനു മുൻപ് എത്ര പേർക്ക് ഈ വാക്സിൻ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്ര പേർക്ക് RT-PCR ടെസ്റ്റ് നടത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിബന്ധനയിലേക്ക് ജില്ലാ ഭരണകൂടം പോകാതിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതോടുകൂടി ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടത്തിന് ഉള്ളത്. ഒപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നത് ഘടകക്ഷേത്രത്തിലെ ഭാരവാഹികൾ അത് അംഗീകരിച്ചിട്ടുണ്ടോ നിലവിൽ? തീർച്ചയായും അതെ. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഭാരവാഹികളെല്ലാം തന്നെ അംഗീകരിച്ചതാണ്. ഇതിനു മുൻപുണ്ടായ ചർച്ചയിൽ ദേവസ്വം ഭാരവാഹികൾ, പ്രധാനമായും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡും ഒപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ചീഫ് സെക്രട്ടറിയുമായി ചേർന്ന യോഗത്തിൽ തന്നെ ഇക്കാര്യം അംഗീകരിച്ചതാണ്. പൂരത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും RT-PCR ടെസ്റ്റ് അതല്ല എങ്കിൽ കോവിഡ് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഘടകക്ഷേത്രങ്ങൾക്കൊപ്പം വരുന്ന 200 പേർക്ക് സൗജന്യമായി ഈ RT-PCR ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം അത് ജില്ലാ ഭരണകൂടം ഉറപ്പാക്കാം, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം എന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതോടുകൂടി ആളുകളുടെ എണ്ണം കുറയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പൂരത്തിനെത്തുന്ന ഘടകക്ഷേത്രങ്ങളിലെ ഘടകപൂരത്തിന് എത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു കണക്കുണ്ടാവില്ല. പക്ഷേ അവർക്ക് RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നു. അത് നിലവിൽ ക്ഷേത്ര ഭാരവാഹികൾ അംഗീകരിക്കുക കൂടി ചെയ്യുന്നു. പക്ഷേ തൃശ്ശൂർ പൂരത്തിന് എത്ര പേരാണ് ഈ ഘടകപൂരങ്ങളുടെ ഭാഗമായി എത്തിച്ചേരുന്നത് എന്നതിന് ഒരു കണക്ക് ജില്ലാ ഭരണകൂടത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് സുധീഷ ധർമ്മൻ പറയുന്നത്. പക്ഷേ വാക്സിൻ എടുത്തവരോ അതല്ലെങ്കിൽ RT-PCR ടെസ്റ്റിന് വിധേയരായവരോ ആയിരിക്കും ഈ ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് തൃശ്ശൂർ പൂരത്തിനായി എത്തുന്നത് എന്നായിരിക്കും. അത് ഉറപ്പാക്കാനായിരിക്കും ജില്ലാ ഭരണകൂടം ശ്രമിക്കുകയെന്നുമാണ് സുധീഷ ധർമ്മൻ തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. NP ചെക്കുട്ടി അങ്ങ് പറഞ്ഞു വന്നത് തുടരാം. അപ്പോഴും ഒരു സംശയം പ്രേക്ഷകർക്കടക്കം ബാക്കി നിൽക്കുന്നത്, ഈ അങ്ങ് ഇപ്പോഴും ഒരു സംശയത്തിൻ്റെ മുന പോലും KM ഷാജിക്ക് നൽകാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് 50 ലക്ഷം രൂപയുടെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ തുടർച്ചയായി വിജിലൻസ് നടത്തുന്ന ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ 50 ലക്ഷം രൂപ അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ തന്നെ നിൽക്കുന്നതല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് ആണെങ്കിൽ ഇങ്ങനെയാണോ ഒരു MLA വിശദീകരിക്കേണ്ടത്?
തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടാണെങ്കിൽ അത് പാർട്ടിയോട് പറയുകയും പാർട്ടി അത് ഏറ്റെടുക്കുകയും ചെയ്തു, അതിന്റെ സോഴ്സ് പാർട്ടിക്ക് ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ ആരെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നീതിപൂർവമായിട്ടുള്ള പെരുമാറ്റം എല്ലാവരോടും കാണിക്കണം. അങ്ങനെയുള്ള നീതിപൂർവമായ പെരുമാറ്റം കാണുന്നില്ല ഈ സർക്കാരിൽ എന്നതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അനുഭവങ്ങൾ. ഞാൻ അതിനൊരു പരാതിയായിട്ട് പറയുകയല്ല. ഈ നാട്ടിൽ നീതി കിട്ടില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായത് ഞാൻ അതിനെക്കുറിച്ച് പരാതി പറയുന്ന പോലെ നിർത്തി. പക്ഷേ വിഷയം എന്താ വെച്ചാൽ 140 MLA-മാരും നാട്ടിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ 140 ആളുകളിൽ ഇങ്ങനെ സംശയത്തിന് ഇടയാക്കാവുന്ന ആളുകളെ കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടത്. കോർപ്പറേറ്റ് കമ്പനികൾ ഇവിടെ നിന്നിട്ടുണ്ട്, അവർക്ക് ഇവിടുന്ന് പണം വന്നത് അവരെത്രത്തോളം ചിലവാക്കിയിട്ടുണ്ട് നോക്കേണ്ടതാണ്. അപ്പം ഈ ഷാജിയുടെ കേസിൽ ഒരു വലിയ ഒരു വൈകുന്നേരം വലിയ കോലാഹലം വെച്ചിട്ട് രാത്രി എത്ര മണിക്കാണ് ഈ ആളുകളെല്ലാം പോയിട്ട് അവിടെ ഇതൊക്കെ നടത്തിയത് എനിക്കറിഞ്ഞൂടാ. അത് ഏതെങ്കിലും പ്രത്യേക ദുരുദ്ദേശത്തോടുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ വിജിലൻസുകാർ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ വളരെ ഒരു പ്രത്യേക ലക്ഷ്യം, അതായത് വിജിലൻസിന്റെ അന്വേഷണം നീതിപൂർവകമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ KM ഷാജിയുടെ രാഷ്ട്രീയ ധാർമ്മികതയേക്കാൾ അധികാരത്തിലുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണ് അവിടെ ദുർവിനിയോഗമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രേംകുമാർ, ഇങ്ങനെയും ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് ലീഗിന്റെ കാഴ്ചപ്പാടല്ല, ഇത് നമ്മുടെ മുന്നിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ NP ചെക്കുട്ടി തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അധികാരത്തിലിരിക്കുമ്പോൾ KM ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സർക്കാരിനെതിരെ സംസാരിക്കുന്നത് കൊണ്ട് സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ നോക്കി വേട്ടയാടുന്ന ഒരു രീതി പിണറായി വിജയൻ സർക്കാർ തുടരുന്നതിൻ്റെ തുടർച്ചയാണ് KM ഷാജിയെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുലർച്ചെ, അതും റംസാൻ മാസാരംഭത്തിൽ തന്നെ പോയി വേട്ടയാടുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നത്. ഒടുവിൽ അവിടെ നിന്ന് 50 ലക്ഷം കണ്ടെത്തുന്നു. ആ 50 ലക്ഷത്തിന് താൻ ഉത്തരം നൽകാമെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് ആണെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൊടുക്കേണ്ട സമയമാകുന്നതേയുള്ളൂ. ഇവിടെ എന്തുകൊണ്ട് KM ഷാജിയെ മാത്രം തെരഞ്ഞു പിടിച്ച് ഈ വിജിലൻസ് ചോദ്യം ചെയ്യാനെടുക്കുന്നു? മറുഭാഗത്ത് ടെഡ്ഡി ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ പാർട്ടിക്കാരുണ്ടല്ലോ, മറ്റു കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ടല്ലോ. ഈ അഴിമതി ആരോപണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ പോലുമുണ്ട്. എന്തിനേറെ നോട്ട് മെഷീൻ വീട്ടിൽ വെച്ചു എന്ന് ഇതേ CPM പറഞ്ഞ ആൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. വൈ KM ഷാജിയെ എലോൺ? KM ഷാജിയെ മാത്രം നിങ്ങൾ വേട്ടയാടുന്നത് എന്തിന്? അവിടെയും രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമാണെന്നാണ് NP ചെക്കുട്ടി പറയുന്നത്. അതുകൊണ്ട് അവിടെ അധികാരത്തിലുള്ള സർക്കാരിന്റെ അധികാര ദുർവിനിയോഗമാണ് രാഷ്ട്രീയ ധാർമ്മികതയുടെ കുറവായി കാണുന്നത്. ശ്രീ NP ചെക്കുട്ടി. അല്ല, പ്രേംകുമാറിനാണ്. അരുണിന്റെ ഡെസിഗ്നേഷൻ മാധ്യമ പ്രവർത്തകൻ എന്നാണ്. ഫേസ്ബുക്ക് എന്നുള്ളത് ഒരു മാധ്യമമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് എന്നെയും മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കാമെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. മാധ്യമ പ്രവർത്തകൻ എന്നുള്ളൊരു വാക്കിന് മലയാളം അനുവദിച്ചു കൊടുത്ത ഒരു ബഹുമാനവും ഒരു സത്യസന്ധതയുടെ അംശമൊക്കെ ഉണ്ട്. ഈ ന്യായം പറയുന്ന NP ചെക്കുട്ടിയുടെ ഫോട്ടോന്റെ താഴെ മാധ്യമ പ്രവർത്തകൻ എന്ന് എഴുതുന്നത് ആ പദത്തിന് അപമാനിക്കലാണ് എന്ന് ഞാൻ പറയും. കാരണം KM ഷാജി പോലും ഷാജി ചെയ്ത അബദ്ധത്തെ ഇങ്ങനെ ന്യായീകരിക്കുന്നില്ല. വിജിലൻസ് വന്ന് അന്വേഷിച്ചത് കൊണ്ടാണ് കുഴപ്പം, അർദ്ധരാത്രി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. KM ഷാജിക്കെതിരെ 2 കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റിനോ വിജിലൻസിനോ അദ്ദേഹത്തിനെതിരെ പക പോക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് വിജിലൻസ് റെയ്ഡ് നടത്താമായിരുന്നുവല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ എത്രയോ, തമിഴ്നാട്ടിൽ പോലും ED-യും കസ്റ്റംസും ഒക്കെ ഇഷ്ടം പോലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ വണ്ടി ചെക്ക് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നത്. ഒരു തരത്തിലും നിയമപരമായിട്ട് അതിനൊരു കുഴപ്പമില്ല. വിജിലൻസ് കേസ് നേരിടുന്ന ഏതൊരാൾക്കെതിരെയും എപ്പോഴും വിജിലൻസ് റെയ്ഡ് നടത്താം. ഇവിടെ KM ഷാജിയുടെ കേസിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്, മാത്രമല്ല അതിന്റെ മുന്നേ അദ്ദേഹത്തിനെതിരെയുള്ള, അതായത് കൈക്കൂലി വാങ്ങിയിട്ട് കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കാതെ മുക്കിയെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ പെട്ട ആളുകൾ കൊടുത്ത പരാതി വിജിലൻസ് കോടതി അംഗീകരിച്ചതിന് ശേഷമാണ് KM ഷാജിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു, ഇഞ്ചി കൃഷിയിലൂടെയാണ് ഇത്രയും വലിയ വീടുണ്ടാക്കിയതെന്ന്, കോർപ്പറേഷന്റെ ലൈസൻസിന് വിരുദ്ധമായി വീടുണ്ടാക്കിയെന്ന് കണ്ടെത്തിയത് ED ആണ്. ഇതേവരെ KM ഷാജിക്കെതിരെ വന്ന ഒരു ആരോപണത്തിനും ഒരു എന്താ പറയാ ലോജിക്കൽ ആയിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി പറയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. പിന്നെ NP ചെക്കുട്ടി, എനിക്കറിയാം അദ്ദേഹത്തിന് അറിയാത്തതല്ല, പച്ചക്കള്ളം പറയാണ്. കാരണം എലക്ഷൻ ചെലവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അല്ല ഇത്. അങ്ങനെയാണെങ്കിൽ 140 MLA-മാരുടെ വീട്ടിൽ അന്ന് രാത്രിയോ പിറ്റേസം രാവിലെയോ വിജിലൻസ് പോകേണ്ട ആവശ്യമുള്ളൂ. പ്രതിപക്ഷത്തുള്ള മറ്റ് MLA-മാരുടെ വീടുകളിൽ പോകാമല്ലോ. ഇതിനേക്കാൾ ഷാജിയേക്കാൾ രൂക്ഷമായി സർക്കാരിനെതിരെ ആക്രമിച്ചിട്ടുള്ള എത്രയോ MLA-മാരുണ്ടല്ലോ. ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഇലക്ഷൻ യുദ്ധങ്ങൾ നടന്ന മണ്ഡലങ്ങളുണ്ടല്ലോ. അവിടെയൊന്നും വിജിലൻസ് പോയിട്ടില്ലല്ലോ. ഇത് വേറെയാണ് സർ കേസ്. ഇയാള് നേരത്തെ തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന ഒരാളാണ്.
അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് റെയ്ഡ് ഇലക്ഷൻ സമയത്ത് നിർത്തിവെക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു. ഇനി നിങ്ങൾ എന്തേ പറയുന്നത് കണക്ക് കൊടുത്തില്ല എന്ന്? കണക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇലക്ഷൻ സമയത്ത് ഫണ്ട് ചെലവഴിക്കും പരമാവധി 30 ലക്ഷം രൂപ. അതിനുശേഷം അതിന്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ ബോധിപ്പിക്കും. ഇതാണല്ലോ ഈ 50 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടാക്കുകയാണോ ചെയ്യുന്നത്? വേറെ 140 MLA-മാരുടെ എല്ലാവരുടെ വീട്ടിൽ പോയാലും ഇങ്ങനെ കാശുണ്ടാവും NB ചെക്കുട്ടി ഇവിടെ ഇരുന്ന് പറയുന്നത് ഈ 140 മണ്ഡലങ്ങളിൽ ആളുകളെ അപമാനിക്കുന്ന തുല്യമാണ്. അവരോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട KM ഷാജിയുടെ വീട്ടിൽ 50 ലക്ഷം രൂപ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. പോലീസ് പിടിച്ചു എന്നുള്ള സത്യമാണ്. 140 ആളുകളുടെ വീട്ടിലുണ്ടാവുന്ന എങ്ങനെയാണ് NB ചെക്കുട്ടി ഇവിടെ ഇരുന്ന് പറയാ? നിങ്ങൾക്ക് എങ്ങനെയാണത് അറിയാൻ പറ്റുക? പിന്നെ നിങ്ങളുടെ ഒരു ബന്ധുവിന് ഇന്റർവ്യൂവിൽ ജോലി കിട്ടിയില്ല, സ്വാഭാവികമായിട്ടും പരാതികൾ ഉണ്ടാവാം, പരിവട്ടങ്ങൾ ഉണ്ടാവാം. കാര്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു കാര്യത്തെ കാണുന്നതിന് മിനിമം അനക്ഡോട്ടൽ ആയിട്ടുള്ളൊരു വെളിപ്പെടുത്തലായിരുന്നു. പക്ഷെ അത് NB ചെക്കുട്ടി അതിനെ വെച്ച് മാത്രമല്ല പറഞ്ഞത്. പക്ഷെ NB ചെക്കുട്ടി പറഞ്ഞതിലെ ഒരു പോയിന്റ് ഡോക്ടർ പ്രേംകുമാർ, ഇത് എന്തുകൊണ്ടാണ് വിജിലൻസ് ഇപ്പോഴും ഈ KM ഷാജി അറസ്റ്റ് ചെയ്യാത്തത്? വിജിലൻസ് എന്തുകൊണ്ടാണ് KM ഷാജിയെ അറസ്റ്റ് ചെയ്യാത്തത്? ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുക എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളത്. അതായത് അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ ഒരു കുറ്റകൃത്യം നമ്മൾ ഈ സംസാരിക്കുന്നത് വരെയും KM ഷാജി ചെയ്തിട്ടില്ല എന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, അദ്ദേഹത്തിന് അതിനുള്ള സാവകാശമുണ്ട്. എന്താണ് എവിടുന്നാണ് നിയമപരമായ ആ സാവകാശം KM ഷാജിക്കുണ്ട്. എന്റെ സംശയം പ്രേംകുമാർ, ഇതൊരു ബാലൻസിങ് ആക്ട് അല്ലേ എന്ന് പുറത്തു നിൽക്കുന്ന ഈ NB ചെക്കുട്ടിയെ പോലെ സംശയിക്കുന്ന നിരവധി പേരുണ്ട്. ഒരു ഭാഗത്ത് KT ജലീലിന്റെ വിക്കറ്റ് തെറിക്കുന്നു. ആ KT ജലീലിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ മറുഭാഗത്ത് KT ജലീലുമായി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരാളെ തന്നെ പിടിക്കണം. അത് ഒന്നുകിൽ ലീഗിന്റെ ആളെയാണ്. ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടിയെ പിടിക്കുന്നതിലും പിണറായി വിജയൻ സർക്കാരിന് താല്പര്യം KM ഷാജിയെ പിടിക്കുന്നതാണ്. അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് KM ഷാജിക്കെതിരെ ഈ പറയുന്ന ഇപ്പോൾ നിലവിലില്ലാത്തൊരു ആരോപണമാണെന്ന് കൂടി താങ്കൾ ആലോചിക്കണം. ഈ പറഞ്ഞ സ്കൂൾ അഴിമതി പൈസ കൊടുത്തു എന്ന് പറഞ്ഞവർ തന്നെ നിഷേധിച്ചൊരു കേസാണ് താങ്കൾ പറഞ്ഞ +2 കേസ്. അതിൽ താൻ പൈസ കൊടുത്തിട്ടില്ലെന്നും ഇത്തരത്തിൽ അഴിമതി പണം നൽകിയിട്ടില്ലെന്നും ഒക്കെ ആ സ്കൂളിലെ മാനേജർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ. ഇപ്പോൾ ആ കേസും ആ ഘട്ടത്തിൽ സജീവമായി നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനമാണ് നിലവിലുള്ളത്. പക്ഷെ എന്റെ സംശയം അതല്ല, ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന രീതിയിൽ എന്താണ് KM ഷാജിയിൽ നിന്ന് കണ്ടെത്തിയത്? KM ഷാജി പറയുന്നത് 10 സെന്റ് സ്ഥലവും 2 ഏക്കർ പുരയിടവുമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ താൻ സമ്പാദിച്ചത് എന്നാണ്. അത് സ്വാഭാവികമായും പൂർവിക സമ്പത്തുള്ള KM ഷാജിക്ക് ആ 2 ഏക്കർ നെൽപ്പാടം വാങ്ങുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. അതൊക്കെ ഒരു പക്ഷേ നമുക്ക് ന്യായീകരിക്കാം. എനിക്ക് മനസ്സിലാവാത്തത്, ഇതൊരു ബാലൻസിങ് ആക്ടായി ഇത്ര തിടുക്കപ്പെട്ട് ഈ വിജിലൻസ് ഈ നടപടി എടുക്കുകയും അത് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു വേട്ടയ്ക്കിറങ്ങിയ പിണറായി വിജയൻ എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തൊരു MLA നിശബ്ദമാക്കാൻ പുറപ്പെടുന്ന സൂചനയാണ് നൽകിയതെന്ന് NB ചെക്കുട്ടി വായിച്ചാൽ അതിൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? അല്ല അപ്പൊ അരുൺ എങ്ങനെ വായിക്കുമെന്ന് അറിയോ? ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും MLA-ക്കെതിരെ തെളിവുകളോ പരാതിയോ ഉണ്ടായിട്ട് അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ KM ഷാജി തന്നെ അന്ന് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടിയെ ഉദ്ദേശിച്ചാവാം, ഡിപ്ലോമാറ്റിക് കീഴടങ്ങലുകൾക്ക് കോംപ്രമൈസുകൾക്ക് വശംവദനാവാതെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന എന്നെ പോലുള്ള ഒരാൾ. എന്തായാലും അദ്ദേഹത്തിന്റെ ക്യാമ്പിലുള്ള ആരെയോ പറ്റിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടാണുള്ളത്. KM ഷാജിക്കെതിരെയുള്ള ആദ്യത്തെ പരാതി ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എനിക്ക് അറിയുന്ന പോലെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഒരു അഡ്വക്കേറ്റ് ആണ് വിജിലൻസിൽ പരാതി കൊടുക്കുന്നത്. വിജിലൻസ് പ്രൈമറി എൻക്വയറി നടത്തിയിട്ട് ഇതിൽ ഫാക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ വിജിലൻസിനോട് പറയുന്നു. അതിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെങ്കിൽ KM ഷാജി വളരെ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് വരും. അത് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അതിനേക്കാൾ കുഴപ്പമുള്ള 50 ലക്ഷം രൂപ അവിടുന്ന് പോലീസ് കാണുന്നത്, വിജിലൻസ് കാണുന്നത്. ഇനി ആ പണം എങ്ങനെയാണ് സ്വരൂപിച്ചതെന്ന് കോടതിക്കും ഇവിടുത്തെ നിയമത്തിനും വിധേയമാവുന്ന രീതിയിൽ KM ഷാജി എക്സ്പ്ലെയിൻ ചെയ്താൽ സ്വാഭാവികമായിട്ടും അയാൾ ഫ്രീ ആവുമല്ലോ. അദ്ദേഹം എന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഈ പ്രശ്നം. മറിച്ച് ഇത് സ്വാഭാവികമാണ്, എല്ലാവരുടെ വീട്ടിലും 50 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും, ഇങ്ങേരുടെ വീട്ടിൽ മാത്രം പോയിട്ട് പിടിച്ചു എന്ന് കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും വിചാരിക്കണ്ടോ ഒരു MLA 50 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെക്കുന്നു? ഇന്ന് പത്രക്കാർ ചോദിക്കണ്ടായിരുന്നു KM ഷാജിയോട്, നിങ്ങൾ എന്തൊരു പൊട്ടനാണ് എന്നുള്ള അർത്ഥത്തിൽ ഇത്രയും കാശ് എന്തിനു വീട്ടിൽ വെച്ചു എന്ന്. അതിന് ഷാജി പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഇത് കള്ളപ്പണമല്ല, കണക്കിലുള്ള പണമായത് കൊണ്ടാണ് ഞാൻ വെച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ശരിയാവില്ലെന്നേ. 30 ലക്ഷം രൂപയെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇയാൾക്ക് ഇതിന്റെ മുന്നേ തന്നെ വിശദീകരണം ഈ പണം പിരിച്ചെടുക്കാൻ വേണ്ടി ഈ KM ഷാജി എന്ന MLA നിയുക്തപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്ക് പറയാനാവില്ലല്ലോ. പാർട്ടി ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല. പാർട്ടി ഇപ്പോഴും ഈ KM ഷാജിയുടെ വാക്കിനോടൊപ്പമാണ് നിൽക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പിരിച്ച തുക പാർട്ടിയുടെ MLA ആയ KM ഷാജിയുടെ വീട്ടിൽ വയ്ക്കുന്നതിന് നമുക്ക് എന്താണെന്നേ കുഴപ്പം?
ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ഷാജി അത് പറയായിരുന്നു, എന്നെ മുസ്ലിം ലീഗ് ഏൽപ്പിച്ചതാണ് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ കളക്ട് ചെയ്ത ഫണ്ട് വീട്ടിൽ വെച്ചതാണ്, അത് അവര് പിടിച്ചിട്ടുണ്ട്, ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയോ ലീഗിന്റെ ഉന്നത കേന്ദ്രങ്ങളെയോ അറിയിച്ചിട്ടുണ്ട്, ആ പാർട്ടിയുടെ ഫണ്ടാണെന്ന് ക്ലിയർ ആയിട്ട് പറയുമായിരുന്നു. ശ്രീ എൻ വിജയകുട്ടി, ഇവിടെയാണ് നമ്മൾ ഈ കെ എം ഷാജിയിലേക്ക് അധിക സമയം ഫോക്കസ് ചെയ്യുന്നതിലും ഒരു അപാകതയുണ്ട്. എന്നാൽ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടും ഇന്ന് നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നൊരു വിഷയമായതുകൊണ്ടും അതിനെ രണ്ട് രീതിയിൽ നമ്മളിപ്പോൾ സമീപിക്കുന്നത് കൊണ്ടും കൂടുതൽ വ്യക്തത വരുത്താൻ, ഈ കെ എം ഷാജിക്ക് ഇത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പാർട്ടിക്കും ഇത് പറയാം. പാർട്ടി പറയുന്നു കെ എം ഷാജിക്ക് ഇത് പാർട്ടി ഫണ്ട് കെ എം ഷാജിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തതാണ് എന്ന് പാർട്ടിയുടെ നിലപാടെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ സോഴ്സും കൂടി പാർട്ടി കാണിക്കുക. പക്ഷേ ഇവിടെ ആ 50 ലക്ഷം കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിൽ ഒരു കുഴപ്പം കാണാതിരിക്കുകയും അത് കണ്ടുപിടിക്കുന്നതിൽ കുഴപ്പം കാണുകയും ചെയ്യുന്നതിലൊരു അസ്വാഭാവികതയുണ്ട് ശ്രീ എൻ പിച്ചക്കുട്ടി. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അത് അങ്ങയെ ഞാൻ ഒരിക്കലും ഒരു പിണറായി വിരുദ്ധനായ മാധ്യമപ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ ഞാൻ ലേബൽ ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് വളരെ നിഷ്പക്ഷമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ ഒരുപക്ഷെ ആളുകൾ അങ്ങയെ കാണുന്നത് കെ എം ഷാജി അങ്ങ് ന്യായീകരിക്കുന്ന പോലെ തോന്നുന്നു. ഈ ഘട്ടത്തിൽ കെ എം ഷാജിയുടെ പ്രതികരണങ്ങളിൽ താങ്കൾക്ക് ഒരു അസ്വാഭാവികതയും തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയട്ടെ. തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഈ പണം പിരിക്കുന്ന പണത്തിന് ഞാൻ ഷാജിയുടെ വിശദീകരണം അന്ന് രാത്രി 12 മണിക്ക് ടി വിയിൽ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് 2 ദിവസമോ 3 ദിവസമോ അവധി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ആ അവധി സമയത്ത് ബാങ്കിൽ പണം അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് വസ്തുത എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനെ മുഖവിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പൊതുവിൽ സർക്കാരുകളോട്, സർക്കാരിൻ്റെ അധികാരത്തിനോട്, അധികാര വ്യവസ്ഥയോട് എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളെ അത് കയ്യേറ്റമായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ മാസമാണ് എനിക്കെതിരായിട്ടൊരു കേസ് വന്നത്. എന്താണ് കേസ്? ഈ ദേശീയ നാഷണൽ സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ സമയത്ത് അതിന് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ബസ് തടഞ്ഞു എന്നാണ്. ഞാൻ ഒരു ധർണയുടെ ഒരു ഹർത്താലിൻ്റെ ദിവസം അതിന് പേരിൽ എനിക്കൊരു 4 5 വകുപ്പിലുള്ള ഒരു സമൻസ് വന്നിരുന്നു. ആ കോടതിയിലെ കേസ് ഇപ്പോഴുണ്ട്. കോഴിക്കോട് നിങ്ങൾക്ക് വേണേൽ അന്വേഷിക്കാം. കോഴിക്കോട് ടൗൺ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസ് പിന്നീട് അവർ വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ഏക കാരണം രാഷ്ട്രീയമായിട്ടുള്ള വിരോധം തന്നെയാണ്. കാരണം ഞാൻ ആ സമയത്ത് ഞാൻ ആ ഹർത്താലിൻ്റെ ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ അതിനായിട്ടൊരു പ്രസ്താവനയിൽ ഒപ്പിട്ടുള്ളത് ശരിയാണ് ആ വിഷയത്തിൽ. അതിൻ്റെ പേരിലാണ് എനിക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോരുത്തരെയും തെരഞ്ഞുപിടുത്ത് രാഷ്ട്രീയ വിരോധികളെ തെരഞ്ഞുപിടിച്ചിട്ട് ഉപദ്രവിക്കുന്ന ഒരു രീതി സർക്കാരിനുണ്ട്. അനുഭവം കൊണ്ട് പറയുന്നതാണ്. എനിക്ക് ഇതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ തെളിവ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഹാജരാക്കാൻ നിങ്ങളുടെ വാട്സപ്പ് ഉണ്ട്, എൻ്റെ ഫോണിലൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് വസ്തുതകൾ. ആ നിലയിൽ ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഈ പണം എവിടുന്ന് കിട്ടി? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടിയതാണ്. അത് കണക്ക് തയ്യാറാക്കിയിട്ട് ബാങ്കിൽ അടയ്ക്കാൻ വെക്കുന്നതിന് തലേന്നാണ് അദ്ദേഹം ഈ കക്ഷികൾ വന്നത്. ഒരു അവധി ദിവസമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവധി ദിവസം തന്നെയാണത്. അപ്പം ആ എക്സ്പ്ലനേഷൻ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. മാത്രമല്ല അങ്ങനെ അല്ലെങ്കിൽ ഒരു 10 15 ഇതേ തരത്തിൽ ആരോപണമുള്ള ആളുകൾ വീട്ടിലൊക്കെ പോയി വിജിലൻസ് പോയിട്ട് പണം പിടിക്കട്ടെ, അന്വേഷിക്കട്ടെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇയാളെ തെരഞ്ഞു പിടിച്ചിട്ട് പ്രത്യേകമായിട്ട് സിംഗിളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയമാണ്. എനിക്ക് നേരെ കേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം രാഷ്ട്രീയമല്ലാണ്. ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? കാരണം CAA വിഷയത്തിൽ ഒരു തരത്തിലും സമരത്തിന് പോകാത്ത ഒരാൾക്കെതിരായിട്ടാണ് അന്ന് പോലീസ് ബസ് തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് ഉണ്ടാക്കിയത്. വേണേതാ ഈ ഫോണിനകത്ത് അതിൻ്റെ കേസുകളുടെ തെളിവുകൾ ഇപ്പോഴുണ്ട്. ഇവിടെ അയച്ചുതരാം. എനിക്ക് ഡോക്ടർ പ്രേംകുമാർ ഇവിടെ എൻ പിച്ചക്കുട്ടി പറഞ്ഞതിലെ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. ഈ സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ തിരഞ്ഞുപിടിച്ചു വേട്ടയാടുന്നു. ഇതേ ആക്ഷേപം ഈ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഈ കേന്ദ്രം ഭരിക്കുന്ന മോദിക്കും BJPക്കെതിരെയും ഉണ്ട് എന്നതാണ് വാസ്തവം. ഇതാണ് ഏറ്റവും അപകടകരമായതൊന്നും. രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അധികാരത്തിലിരുന്നു കൊണ്ട് സർക്കാരിനെതിരെ വിമർശിക്കുന്നവരെ ടാർഗറ്റ് ചെയ്ത് വേട്ടയാടുക, അതിൻ്റെ ഒരു ഇരയാണ് എൻ പിച്ചക്കുട്ടി എന്ന് പറയുന്നു, മറ്റൊരയാണ് KM ഷാജി എന്ന് പറയുന്നു. എന്നാൽ ഈ പറയുന്ന KT ജലീലിന്റെ കാര്യത്തിൽ അധികാരത്തിലിരുന്ന് സ്വജനപക്ഷപാതം കാണിച്ച് ലോകായുക്ത കണ്ടെത്തിയാൽ അതിനെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയും. സർക്കാരിനെതിരെ സംസാരിച്ചാൽ രാഷ്ട്രീയ വേട്ടയാടൽ വിജിലൻസിനെ കൊണ്ടും അന്വേഷണ ഏജൻസികളെ കൊണ്ടും കേസെടുത്തും നടത്തും. ഇങ്ങനെയൊരു പ്രതിച്ഛായയിലേക്ക് പിണറായി വിജയൻ സർക്കാർ പോയിട്ടുണ്ടെങ്കിൽ അതും ഗൗരവമുള്ള വിഷയമാണ്. പ്രേംകുമാർ,
അത് ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പിന്നെയും NP ചേക്കുട്ടി മാഷ് എന്ത് കോമഡിയാണ് പറയുന്നത് എന്ന് ആലോചിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം വളരെ സജീവമായിട്ട് TV ചർച്ചകളിലൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ് NP ചേക്കുട്ടി. യാതൊരു സംശയമില്ല. നിങ്ങൾ പറയുന്നു പിണറായി വിജയനെ ഞാൻ വിളിക്കില്ല, ഞാനും വിളിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ 90% ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്നതാവും. നല്ല കാര്യം. അങ്ങനെയുള്ള NP ചേക്കുട്ടിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു കേസ് കൊണ്ടുവന്നിരിക്കുന്നു. എന്താണെന്നറിയാം, കോഴിക്കോട് നിന്ന് ബസ് തടഞ്ഞു എന്നുള്ള കേസ്. എന്ത് കോമഡിയാണ് സർ നിങ്ങൾ പറയുന്നത്? നമുക്കറിയാലോ ബസ് തടഞ്ഞതിന് കേസ് എങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളത്. ആ സ്റ്റേഷനിൽ ഒരു റൈറ്റർ എങ്ങാണ്ട് 3 ആളെ പേരെഴുതും, കണ്ടാൽ അറിയാവുന്ന 25 ആള് എന്ന് പറഞ്ഞിട്ട് പേരെഴുതും. ഒരുപക്ഷെ വേറെ ഏതോ ചെക്കുട്ടി ആയിരിക്കാം. ഇനി നിങ്ങളെ കൊടുക്കാൻ ഏതെങ്കിലും ഗവൺമെന്റ് കേസ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബസ് തടഞ്ഞു എന്ന് പറഞ്ഞ കേസാണോ എടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. NP ചേക്കുട്ടിനെ ഉള്ളിലാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ബസ് തടഞ്ഞു എന്നുള്ള കേസ് എടുക്കുവോ? ഞാനതാ പറയുന്നത്, ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ വന്നിട്ട് എന്നെയും അരുണിനെയും പോലെയുള്ള ജൂനിയർ ആയ ആളുകളുടെ മുന്നിൽ തർക്കിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്കെങ്കിലും ഒരു ഗ്രാവിറ്റി വേണ്ടേ സർ? ഒരു ഗൗരവം വേണ്ടേ? പിന്നെ KM ഷാജി പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനേ അദ്ദേഹത്തിന് പറ്റുള്ളൂ എന്ന് പറയുന്നു. ശരി, ഈ KM ഷാജി പല സമയത്ത് പലതാണ് സർ പറയുന്നത്, പല കാര്യങ്ങളാണ് പറയുന്നത്. അന്ന് രാത്രി പറഞ്ഞതല്ല അദ്ദേഹം ഇന്ന് പറയുന്നത്. അന്ന് രാത്രി അദ്ദേഹം ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ ആളുകളെല്ലാം വിശ്വസിച്ചേനെ, യാതൊരു സംശയവും വേണ്ട. ഇലക്ഷനിൽ മൊത്തത്തിൽ കളക്ട് ചെയ്ത് കിട്ടിയ പൈസയാണ്. 30 ലക്ഷത്തിൽ കൂടുതൽ രൂപ ഉണ്ടായിരുന്നു, 47 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആർക്കും പൈസയൊന്നും കൊടുത്തിട്ടില്ല, നാളെ തൊട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഫണ്ട് പാർട്ടിയെ ഏൽപ്പിക്കാനാണ് എന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ വിശ്വസിച്ചേനെ. അല്ലാതെ KM ഷാജി കള്ളപ്പണക്കാരൻ എന്ന് പറയുക കടത്തുകാരനാണെന്നൊന്നും ആരും സംശയിക്കുന്നില്ല. അദ്ദേഹം വളരെ സ്റ്റേൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തെ കൂടുതൽ ഡിഫെൻസീവ് ആക്കുന്നത്. ഇഞ്ചി കൃഷിയിൽ നിന്നുള്ള ലാഭം കൊണ്ടാണ് ഇത്രയും വലിയ വീടുണ്ടാക്കിയെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് മലയാളികളെ വിശ്വസിക്കുക? പരിഹസിക്കല്ലേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ ഈ ബസ് തടഞ്ഞ കേസ് പറയുന്ന പോലെ, അതായത് പറയുന്ന ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ? പിന്നെ ലോകായുക്ത സർക്കാരിന്റെ ഒരു നടപടി, ഒരു മന്ത്രിയുടെ ഒരു നടപടിയിൽ പെശകുണ്ട് എന്ന് കണ്ടെത്തുന്നു. മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ മന്ത്രിയെ ഒഴിവാക്കണമെന്നുള്ള ഒബ്സർവേഷൻ കൊണ്ടുവരുന്നു. അതനുസരിച്ച് ആ മന്ത്രി രാജിവെക്കുന്നു. ആ രാജിവെക്കൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഗതി തന്നെയല്ലേ ഏത് മന്ത്രിയാണെങ്കിലും? സംശയമൊന്നുമില്ല. ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോയിട്ട് പുറത്തുനിന്ന് പറയുകയാണ് ഇറങ്ങിപ്പോയതിന്റെ ധാർമ്മികതയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? വേറെ ഓപ്ഷൻ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. ലോകായുക്ത കൊടുത്ത ഉത്തരവിന്റെ പുറത്ത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുക്കാൻ യുക്താധികാരിയായ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് ലോകായുക്ത സെക്ഷൻ 14 പ്രകാരം. ഓക്കെ പറഞ്ഞോളൂ. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോവാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ടംപ്റ്റ് ഓഫ് ലോകായുക്ത വരും. കണ്ടംപ്റ്റ് ഓഫ് ലോകായുക്ത വന്നാൽ മുഖ്യമന്ത്രി കൂടി ഇറങ്ങിപ്പോയിട്ട് വരുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ കാര്യഗൗരവം മുഖ്യമന്ത്രിക്ക് കൂടി ബോധ്യപ്പെട്ടപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ ചെല്ലുന്ന KT ജലീലിനോട് പറയുന്നു, സുഹൃത്തെ ഇനി അവിടെ ഇരിക്കാൻ കഴിയില്ല, രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. എന്നിട്ട് രാജിവെക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരു നീട്ടിപ്പിടിച്ച പോസ്റ്റിംഗ് ഇടുകയാണ്. ഈ മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ വേട്ട നടത്തിയിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് ഞാൻ എന്ന അർത്ഥത്തിലെല്ലാം ചെന്നിടങ്ങളിലെല്ലാം ഈ പറയുന്ന രീതിയിൽ വളരെ അപക്വമായ രീതിയിൽ പ്രതികരിച്ചും പ്രതികരണം ഉണ്ടാക്കിയും മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒടുവിൽ തലകുനിച്ച് പോകേണ്ടി വന്നൊരു നിലപാടാണ് ഈ KT ജലീൽ ഉണ്ടായിരുന്നത്. താങ്കൾക്ക് തന്നെ അറിയാവുന്നതല്ലേ. അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പോകുമ്പോൾ തിരിച്ചു വന്ന അദ്ദേഹം പറയുന്ന വാക്കുകൾ, സത്യമേ ജയിക്കുമെന്ന് പറയുന്ന വാക്കുകൾ, ഒടുവിൽ തെളിവുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ സ്വജനപക്ഷപാതം വളരെ കൃത്യമായി പകൽ പോലെ ഒരു വെളിച്ചത്തോട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. 2 വർഷം മുമ്പ് താൻ ആരെയാണോ യോഗ്യനെന്ന് കരുതാൻ പോകുന്നത്, താൻ ആരെയാണോ നിയമിക്കാൻ പോകുന്നത്, അയാളുടെ യോഗ്യതയ്ക്ക് അനുകൂലമായ രീതിയിൽ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നു. അത് ചട്ടവിരുദ്ധമായി ഇളവ് വരുത്തുന്നു. അതിൽ ഉദ്യോഗസ്ഥൻ ഇടപെടുമ്പോൾ അതിനെ മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് ഫയൽ എത്തിക്കുന്നു. അത്തരം ഇടപാടുകളെല്ലാം നടത്തിയ വിദ്വാൻ 2 വർഷത്തിന് ശേഷം ഒരു അപേക്ഷയും പൊതുവായി ക്ഷണിക്കാതെ KT ദ്വീപിന്റെ മാത്രം അപേക്ഷയിൽ നിയമനം കൊടുക്കുക കൂടി ചെയ്യുന്നു. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും ലോകായുക്ത കണ്ടെത്തി ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നിട്ട് പറയുകയാണ് ഇതെന്റെ ധാർമ്മികതയാണ് എന്ന് പറയാനും അപാരമായി തൊലിക്കെട്ടി വേണ്ടേ പ്രേംകുമാർ? ഓക്കെ, അരുൺ പറഞ്ഞതിനോട് പറയട്ടെ. അതായത് KT ജലീലിനെതിരെ മുന്നേ വന്നിട്ടുള്ള അതിഭീകരമായ 2 ആരോപണങ്ങൾ ഇതാ ഇപ്പം രാജിവെക്കും, ഇപ്പം അറസ്റ്റ് ചെയ്യും, കുരുക്കും ഉറുകും എന്നൊക്കെയുള്ള രീതിയിൽ സെൻസേഷണലായിട്ട് ചർച്ച നടത്തുന്ന അരുണിനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ ചാനലിൽ. അതേപോലെ ഈന്തപ്പഴക്കുരുവിൽ സ്വർണ്ണമുണ്ട്, ഖുറാനിൽ സ്വർണ്ണമുണ്ട് എന്നൊക്കെ പറയുക എന്നല്ലാതെ അന്വേഷണ ഏജൻസികൾ ഒരു തെളിവും കൊണ്ടുവരുന്നില്ലല്ലോ, ഞങ്ങൾ ഇനി അത് വിശ്വസിക്കില്ല, മാധ്യമപ്രവർത്തകർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് NDA BJP പ്രതിനിധിയോട് തർക്കിക്കുന്ന അരുണിനെ ഞാൻ കണ്ടിട്ടുണ്ട്.
കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരവും ബഹളവും നടന്നത് KT ജലീലിനെതിരെയായിരുന്നു. അദ്ദേഹത്തിനെതിരെയായിരുന്നു ഭീകരമായ ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. ഖുറാന്റെ അകത്ത് സ്വർണം കടത്തുക, ഈന്തപ്പഴ കുരുവിൽ സ്വർണം കടത്തുക എന്നൊക്കെയല്ല, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത അതിഭീകരമായ സംഭവങ്ങൾ, തെളിയിക്കപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട പോലുള്ള സാധനങ്ങൾ. അതിൽ ഇന്നത്തെ ആസ് ഓൺ ഡേറ്റ് സെൻട്രൽ ഏജൻസീസിന്റെ എൻക്വയറീസ് പ്രകാരം അദ്ദേഹം ഇതിലൊന്നും ഇൻവോൾവ് അല്ല എന്നാണ് വന്നിട്ടുള്ളത്. അതിന്റെ മുന്നേ മുതൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് ഈ ബന്ധു നിയമന വിവാദം എന്ന് പറയുന്നത്. അതിൽ ലോകായുക്തയുടെ ഒരു പരാമർശം ഉണ്ടാവുന്നു, അദ്ദേഹത്തെ നീക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി നീക്കുന്നതിന് മുന്നേ അദ്ദേഹം, അതായത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആ ഓർഡർ കിട്ടുന്ന ആ ദിവസം തന്നെ രാജിവെക്കുന്നു. ഇത്തരം സിറ്റുവേഷനിൽ രാജിവെച്ചിറങ്ങി പോകുന്ന എല്ലാ മന്ത്രിമാരും എല്ലാ കാലത്തും പറയുക, ഞങ്ങളുടെ പാർട്ടിയുടെ പാരമ്പര്യം, ഭാരതത്തിന്റെ പാരമ്പര്യം, ധാർമ്മികത, ഇതെല്ലാവരും പറയുന്നതാണ്, KT ജലീലും പറയുന്നത് എന്ന വാദമാണ് എന്റെ പ്രശ്നം. എന്നിട്ട് വീണ്ടും അത് ഇടതുമുന്നണിയുടെ കൂടി ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങ് പറയുകയാണ് ഇത് വലിയ രാഷ്ട്രീയ ധാർമ്മികതയാണെന്ന്. ഞാൻ ഈ KT ജലീലിന്റെ കാര്യത്തിലുള്ള വിഷയത്തിൽ ശ്രീ പ്രേംകുമാർ അറിയാവുന്നതാണല്ലോ, ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ KT ജലീൽ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ചെയ്തത് എന്നത് കൂടി ഒന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാവേണ്ടതാണ്. അത് KT ജലീലിന്റെ മാത്രം ഓഡിറ്റിംഗ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാലത്ത് നടത്താൻ വേണ്ടി അദ്ദേഹം കാണിച്ച ധൃതി, അദ്ദേഹം മാർക്ക്ദാന വിവാദത്തിൽ ചെന്നുപെട്ട രീതി, അതിനെതിരെ ഗവർണർ സ്വീകരിച്ച നിലപാട്, ഈ വിഷയങ്ങളിലെല്ലാം ഇദ്ദേഹം ചെന്ന് ചാടുമ്പോൾ അതിലെല്ലാം പിന്നീട് വിവാദമായി മാറുന്നത് ഏതെങ്കിലും മാധ്യമങ്ങൾ കുത്തിപ്പൊക്കുന്നുണ്ടല്ല, അതെല്ലാം അങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് വളരെ അപക്വമായ രീതിയിൽ പെരുമാറുന്നു. എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങ് പറഞ്ഞല്ലോ ഈ മതഗ്രന്ഥം വിതരണം ചെയ്യാനായിട്ട് ഈ മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? സർക്കാർ വാഹനത്തിൽ മതഗ്രന്ഥം വിതരണം ചെയ്യാൻ ഈ മന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് മറുഭാഗത്തുണ്ടല്ലോ. ഈ ചോദ്യങ്ങൾ ആ സമയത്ത് നമ്മൾ ചോദിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അതിന്റെ ഫോക്കസ് അല്ലാത്തത് കൊണ്ടും ആ മതഗ്രന്ഥത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് ചോദിക്കുന്നതിന്റെ കാരണം, ഇതെല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം ആ മതത്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. രണ്ടുപേരും അവസാനം സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ സത്യമേ ചെയ്തിട്ടുള്ളൂ എന്നത് തെളിയിക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് രണ്ടുപേരും പറയുന്നത്. ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോ? അല്ല, അരുൺ പറഞ്ഞേ മതിയാവുള്ളൂ. അരുൺ പിന്നെയും എന്താ പറയാ, തുല്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തുല്യപ്പെടുത്തുകയാണ് കേട്ടോ. അതായത് വിജിലൻസ് റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം KM ഷാജി പറഞ്ഞത് റംസാന്റെ തലേ ദിവസം നനച്ചുകുളി ചെയ്യേണ്ട ദിവസം വിജിലൻസിന്റെ വീട്ടിൽ വന്നു എന്നാണ്. അത് പറയുന്നതും ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ബോധ്യപ്പെടുത്തുമെന്ന് ഒരാൾ പറയുന്നതും രണ്ടും ഒരുപോലെയല്ല. ഒന്ന് വളരെ കൃത്യമായ വർഗീയ കാർഡ് ഇറക്കി കളിക്കുകയാണ്. അതായത് റംസാന്റെ തലേ ദിവസം കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ വിജിലൻസിന്റെ വീട്ടിൽ കയറി എന്നുള്ള കാര്യം പറയുന്നതും, ഞാൻ ദൈവത്തിനോട് എനിക്കറിയാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒരാൾ പറയുന്നതും ഒരുപോലെയാണ് എന്ന് കാണരുത്. ഇനി ഞാൻ നേരത്തെ ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞു, ഗവൺമെന്റിന് നോംസ് ഉണ്ടല്ലോ. ഇനിയിപ്പോ UDF വന്നാലും LDF വന്നാലും BJP വന്നാലും ഒരു മീഡിയ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ അരുണിനെ ഡെപ്യൂട്ടേഷനിൽ പോസ്റ്റ് ചെയ്യുന്നത് ശരിയെന്ന് പറയും ഞാൻ. അത് അരുണിന് എന്താ പറയാ, ജേർണലിസ്റ്റ് PhD ഉണ്ടോ നോക്കിയിട്ടല്ല, പെർഫോമൻസ് ബേസ്ഡ് ആവണമെന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ വിശ്വാസത്തിനോട് CPM സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, UDF സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നുമല്ല. നമ്മുടെ രാജ്യത്തൊരു നിയമവാഴ്ചയുണ്ടെന്നും ആ നിയമവാഴ്ചയുടെ ഭാഗമായി നിയമം വിധേയത്വത്തോടു കൂടി പെരുമാറാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ താങ്കൾ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ടാണ് എന്നെ ഇപ്പോ അടുത്ത സർക്കാർ ഇപ്പോൾ വരാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയുടെ സർക്കാരാണെങ്കിൽ രമേശ് ചെന്നിത്തല തുടങ്ങുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ ചാനലിലേക്ക് എന്നെ ഡെപ്യൂട്ടേഷൻ എന്ന് കരുതുക. അതിനുവേണ്ടി രമേശ് ചെന്നിത്തല അധികാരത്തിൽ വരുന്ന ദിവസം മുതൽ എന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ആ തസ്തികയിലെ യോഗ്യത മാറ്റം വരുത്തുകയും പിന്നീട് 1-2 വർഷം കാത്തിരുന്നിട്ട് സമയം കിട്ടുമ്പോൾ എന്നെ അതിലേക്ക് തിരികെ കയറ്റുകയും ചെയ്യുന്നതല്ല അന്തസ്. അത് തുറന്നു പറയണം. ഞാൻ ഇയാളെ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത് ഇയാളുടെ കഴിവ് മാനിച്ചുകൊണ്ടാണ്, ഇതിൽ എതിർപ്പുണ്ടോ, അദ്ദേഹത്തിന്റെ കഴിവ് ഇതാണ് എന്ന് തുറന്നു പറയണം. അവസാന നിമിഷം വരെയും പിടിച്ചു നിന്ന് രാജിവെച്ച് അദ്ദേഹവും ഒഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് വീണ്ടും തർക്കിച്ച് നിൽക്കുകയാണ്. ഇത് ധാർമ്മികതയാണ്. അവിടെയാണ് പ്രശ്നം. ശ്രീ പ്രേംകുമാർ, ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. You are watching 24 from News Headquarters, Kochi. വെൽക്കം ബാക്ക്. ഒരു വശത്ത് സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ മുൻമന്ത്രി KT ജലീൽ രാജിവെക്കുമ്പോൾ അത് രാഷ്ട്രീയ ധാർമ്മികതയെന്ന് ഇടതുപക്ഷത്തിന്റെ ന്യായീകരണം. മറുഭാഗത്ത് 50 ലക്ഷം രൂപ സ്വന്തം വീട്ടിലെ ക്യാമ്പ് ഹൗസിന്റെ കിടക്കക്കടിയിൽ നിന്നും വിജിലൻസ് കണ്ടെടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നും താൻ സാവകാശം ചോദിച്ചിട്ടുണ്ട് രേഖകൾ സമർപ്പിക്കാനെന്നും MLAയുടെ ന്യായീകരണം. ധാർമ്മികത കാശിക്ക് പോയോ എന്നാണ് ചോദ്യം. ഞാൻ പ്രേംകുമാറിലേക്ക് വരുന്നു. ബെൻപിച്ചക്കുട്ടി, ഇതിൽ പ്രേംകുമാർ പറയുന്ന ഒരു ഫാക്ട്, ഒരു കാരണവശാലും KT ജലീലിനെയും ഈ KM ഷാജിയും നമുക്ക് തുല്യം ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഏറ്റവും ഒടുവിൽ
ഈ KT ജലീൽ ഇട്ടിരിക്കുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തെ MLA എന്ന നിലയിലും 5 വർഷത്തെ മന്ത്രി എന്ന നിലയിലുമുള്ള ശമ്പളം കൈപ്പറ്റിയതിനു ശേഷം കൈവശമുള്ളത് ഹോം ലോൺ കൂടി അടഞ്ഞാൽ ബാക്കിയുള്ളത് 1,10,000 രൂപ മാത്രമാണ്. 1,10,000 രൂപ മാത്രമേ തൻ്റെ കയ്യിലുള്ളൂ എന്നും മറിച്ച് ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് തൻ്റെ വീട്ടിലേക്ക് സ്വാഗതമെന്നുമെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെല്ലുവിളിക്കുന്ന KT ജലീൽ ഒരു പക്ഷത്തും തൻ്റെ വീട്ടിലെ കട്ടിലിനടിയിൽ നിന്ന് 50 ലക്ഷം രൂപ വിജിലൻസ് കണ്ടെടുക്കുമ്പോൾ രേഖ സമർപ്പിക്കാൻ ഒരാഴ്ച വേണമെന്ന് പറയുന്ന KM ഷാജിയും തമ്മിൽ എങ്ങനെ തുലനം സാധ്യമാവും എന്നതാണ് ചോദ്യം. ഇല്ല, ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഇത്ര രൂപ, ഇതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്ന് നോക്കിയിട്ട് ഒരു കാര്യം ചെയ്തോളൂ, അത്ര ഉണ്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല. ഇതിൽ വ്യക്തിഗതമായിട്ടുള്ള ഇത്തരമൊക്കെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പബ്ലിക് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വസ്തുതകളായിട്ട് കാണാനും അതിനെ ആ നിലയിൽ എന്താ പറയുക അംഗീകരിക്കാനുള്ള ഒരു മാന്യത നമ്മൾ കാണിക്കേണ്ടതാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റിംഗ് ഉണ്ട്. അതില്ല എന്നിനിപ്പോൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും വസ്തുത ഒരു വസ്തുതയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഉള്ള ഒരു പ്രതിഷേധ പ്രസ്ഥാനത്തിൽ ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് വ്യാജമായിട്ടുള്ള കേസുകൾ ഉണ്ടാക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ മാത്രമല്ല പ്രതി. തിരുവനന്തപുരം CDSലെ ദേവിക അതിലാത്ത പ്രതിയാണ്. കോട്ടയത്ത് ഉള്ള KK ബാബുരാജ് പ്രതിയാണ്. വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡന്റ്, അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പല ആളുകൾ അവരൊക്കെ ഒരു കാര്യത്തിൽ മാത്രമായി യോജിക്കുന്നു. ബസ്സിന് കല്ലെറിയുന്നതിലായിരുന്നില്ല, മറിച്ച് അവരെല്ലാവരും ഈ വിഷയത്തിൽ ഈ സർക്കാരിൻ്റെ പൊതുവിലുള്ള ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു. അത് പല കാരണങ്ങളാൽ ഈ സർക്കാരിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസെടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് ഈ സർക്കാർ തുടക്കം മുതലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ അവരുടെ ഭാഗത്തുള്ള ആളുകളെ ന്യായീകരിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തും. അദ്ദേഹം 1 ലക്ഷം രൂപയാണ്, ബാക്കിയുള്ള കാശൊക്കെ അവിടെ പോയി. മന്ത്രിക്ക് പിന്നെ ഇത്ര അമിതമായി ശമ്പളം എത്ര ഉണ്ടാവും? നിങ്ങൾ പറയുക അദ്ദേഹത്തിന് ശമ്പളം എത്രയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ എന്ന് പറയും. അത് നമുക്ക് വേണേൽ ആളുകൾ എന്ത് പിരിപ്പിച്ച് കൊടുക്കും, അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇത്തരം കാര്യങ്ങളല്ല. എൻ്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ എന്നുള്ളതല്ല. ഈ ഷാജിയെ സംബന്ധിച്ചിടത്തോളം 50 ലക്ഷം 43 ലക്ഷം കണ്ട് അദ്ദേഹത്തിന് കൈവശമുണ്ട്. ആ പണം എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള അദ്ദേഹം വിശദീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അത് സൺഡേ എങ്ങാണ്ടാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്. പിറ്റേന്ന് ബാങ്കിൽ അടയ്ക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കേട്ടതാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ അമിതമായിട്ട് ഇദ്ദേഹം ഒരു മഹാകള്ളനും കൊള്ളക്കാരനാണെന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പില്ല, എനിക്കത് ബോധ്യമാവുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയാം. അതിൻ്റെ അർത്ഥം അദ്ദേഹം ശരിയാണെന്നോ ഞാൻ പറയുന്നതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ന്യായീകരണമുണ്ട്. പക്ഷേ മന്ത്രിയുടെ ഭാഗത്ത് ന്യായീകരണം, അദ്ദേഹത്തിന് 1 ലക്ഷം ഉറുപ്പിക ഉള്ളതിൽ ഒരു ന്യായീകരണമല്ല. അദ്ദേഹം ചിലപ്പം ഈന്തപ്പഴമായിട്ടായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണലിപിയിൽ അച്ചടിച്ച വേറെ ഗ്രന്ഥങ്ങൾ വഴിയായിട്ടായിരിക്കും അദ്ദേഹം കാശുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ ഓരോ കാര്യത്തിനോട് ആഭിമുഖ്യം ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ വേറെ വിഷയമാണ്. കേരളത്തിൽ എന്നൊരു സംബന്ധിച്ചും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കക്ഷി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ആളെ ടാർഗറ്റ് ചെയ്യുന്ന രീതി, ആ രീതി ഈ സർക്കാർ നിരന്തരം പ്രയോഗിക്കുന്നുണ്ട്. അത് നീതീകരിക്കാൻ കഴിയുന്നതല്ല, അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമാണ് എൻ്റെ വിഷയം. പ്രേംകുമാർ. ഹലോ, അതായത് ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലൊരു ചർച്ചയിൽ പറയേണ്ടുന്ന കാര്യങ്ങളുടെ സകല മാന്യതകൾ ലംഘിച്ചുകൊണ്ടാണ് NP ചെക്കുട്ടി സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടോ, KT ജലീലിന് കാശിന് ബുദ്ധിമുട്ടിനെ അദ്ദേഹം ഇടപെട്ട് പിരിച്ചു കൊടുക്കാമെന്നാണ്. അദ്ദേഹം ആരുടെയും കാശ് വേണമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിലെ സകലമാന അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചിട്ട് 1 രൂപ പോലും കണക്കിൽപ്പെടാത്തതോ അധികമായിട്ടോ ആ മനുഷ്യന്റെ കയ്യിലില്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യമാണ് KT ജലീൽ എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. അതുപോലും വിശ്വസിക്കാതെ പിന്നെയും ഈ NP ചെക്കുട്ടി പറയണ എന്താണെന്ന് അറിയോ? അദ്ദേഹം സ്വർണ്ണ ലിപികളിലുള്ള പുസ്തകങ്ങളിലോ എന്താ പറയാ ഈന്തപ്പഴത്തിലോ ആയിരിക്കും സമ്പത്ത് കൊണ്ടുപോകുന്നതെന്ന്. ഇത് എന്തൊരു എന്താ പറയാ, എനിക്ക് എന്റെ വായിൽ വരുന്ന വാക്ക് എന്തൊരു രീതിയാണിത്, എന്തൊരു സംസ്കാരമാണിത്, എന്തൊരു ചർച്ചയുടെ എന്തൊരു രീതിയാണിത്. ഇദ്ദേഹം പിന്നെയും പറയുന്നത് എന്താണ്? ഈന്തപ്പഴക്കുരുവിലും സ്വർണ്ണ ലിപികളുള്ള പുസ്തകത്തിലും അദ്ദേഹം കാശ് കൊണ്ടുവന്നിട്ടുണ്ടാവുന്നു. പിന്നെയും ചർച്ചയിൽ വന്നിട്ട് സീനിയർ മാധ്യമപ്രവർത്തകൻ വിളിച്ചു പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന അരുണിന്റെ നിഷ്പക്ഷതയുണ്ടല്ലോ, അതിനെ ചോദ്യം ചെയ്യും ആളുകൾ. നിങ്ങളുടെ ഭയത്തെ ചോദ്യം ചെയ്യും ആളുകൾ. കാര്യങ്ങൾ പറയുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുമായിട്ട് ഒരു ബന്ധം വേണ്ടേ? ചെയ്യുന്ന ചർച്ചയുടെ മാന്യതയുമായിട്ട് ബന്ധം വേണ്ടേ? KM ഷാജി ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളെയും NP ചെക്കുട്ടി പൂർണ്ണമായും വിശ്വസിക്കും. 40-50 ലക്ഷം രൂപ കട്ടിനടിയിൽ നിന്ന് കിട്ടിയാൽ അതിൽ യാതൊരു തെറ്റുമില്ല. KM ഷാജിയെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് KT ജലീലുമായിട്ടല്ല. 70 രൂപ ഓട്ടോറിക്ഷയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും 2 ദിവസം വിചാരണ ചെയ്ത് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയാണ് അപ്പുറത്ത് പ്ലേസ് ചെയ്യേണ്ടത്.
ആ കോണ്ടെക്സ്റ്റിൽ KM ഷാജിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രിവിലേജ്, നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്ത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു തട്ടിൽ KM ഷാജിയെയും ഇപ്പുറത്തെ തട്ടിൽ KT ജലീലിനെയും വെച്ചിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാ അരുണിന്റെ ഈ ഷോ അടക്കമുള്ള ചാനലുകളാണ്, സർക്കാർ അല്ല എന്നുള്ളതാണ് സത്യം. ഇനിയെങ്കിലും സീനിയർ മാധ്യമ പ്രവർത്തകർ, നിഷ്പക്ഷരെന്ന് പറഞ്ഞുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നട്ടാൽ നുണയ്ക്കാത്ത മുണകളും അസത്യങ്ങളും പറയുമ്പോൾ ഇദ്ദേഹം പിന്നെയും പറയുന്നു ജയദേവിയെക്കെതിരെയും മറ്റു ആളുകൾക്കെതിരെയൊക്കെ ബസ് തടഞ്ഞു, പ്രകടനം നടത്തി, പൊതുയോഗം നടത്തി എന്ന് പറഞ്ഞ് കേസെടുത്തു വന്ന്. അത് ഉമ്മൻചാണ്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും രമേശ് ചെന്നിത്തലക്കെതിരെയും വരെ ഇത്തരത്തിലുള്ള പെറ്റി കേസുകൾ ഉണ്ടാവും സർ. NB ചെക്കുട്ടിയാണെന്ന് ആ സ്റ്റേഷനിലെ റൈറ്റർക്ക് അറിയുണ്ടാവില്ല, നിങ്ങളെ മാത്രം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പരിപാടികൾ നടത്തിയാൽ കേസ് ഉണ്ടാവുന്നതാണ്. നിങ്ങളെ നിശബ്ദനാക്കാൻ വേണ്ടി ഒരു ബസ് തടഞ്ഞു എന്നുള്ള പെറ്റി കേസ് ഉണ്ടാക്കിയെന്ന് പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന ചെറിയ കുട്ടികൾ വരെ ചിരിക്കും. അല്ല, ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യവുമില്ല. അദ്ദേഹത്തിനോട് ഞാൻ എന്താ മറുപടി പറയും? ഞാൻ ആ കേസിനെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. ആ കേസിനകത്ത് സർക്കാരിന്റെ ഏകപക്ഷീയമായ നിലപാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് മറ്റെന്ത് ഞാൻ പറയാണ്? ഇതിനൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ് ഈസ് എന്താ പറയാ, അത് മാന്യതയുടെ നിങ്ങൾ എന്താണ് പിന്നെയും സ്വർണ്ണപ്പഴക്കുരു, സ്വർണ്ണ പുസ്തകം എന്നൊക്കെ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈന്തപ്പഴം സ്വർണ്ണ പുസ്തകം എന്നൊക്കെ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈന്തപ്പഴല്ലേ അദ്ദേഹം കൊണ്ടുപോയത്? അദ്ദേഹം പിന്നെ നിങ്ങൾ പറയുന്നത് ആ ഗ്രന്ഥം കൊണ്ടുപോയത് നിങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞു വെക്കുന്നത്? അദ്ദേഹം ഈന്തപ്പഴമായിട്ടും പുസ്തകമായിട്ടുമാണ് സമ്പത്ത് ഉണ്ടാക്കിയിരിക്കുക എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങൾ ഇതിന് അവകാശപ്പെടുന്നത്? ഈ ഈന്തപ്പഴം വാങ്ങേണ്ട കാര്യം അദ്ദേഹത്തിന് എന്താണുള്ളത്? അദ്ദേഹം ഈന്തപ്പഴത്തിന്റെ മന്ത്രിയാണോ? നന്ദി ശ്രീ NP ചെക്കുട്ടി, നന്ദി ശ്രീ പ്രേംകുമാർ. നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് കേരള രാഷ്ട്രീയത്തിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന രീതി ധാർമ്മികതയെ അനാവശ്യമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുകയും ആവശ്യം വേണ്ടിടത്ത് നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ടോ എന്നാണ്. സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ ലോകായുക്ത പിടിച്ച് പുറത്താക്കുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ പരിചയെടുത്ത് വീശുന്നതും സ്വന്തം കട്ടിലിനടിയിൽ നിന്ന് 50 ലക്ഷം രൂപ വിജിലൻസ് കണ്ടെത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് എന്ന പേരിൽ ഒരാഴ്ച ആ രേഖകൾ സമർപ്പിക്കാൻ സമയം ചോദിക്കുന്നതും ഏത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ് നമ്മൾ അംഗീകരിക്കുകയും സ്വീകരിക്കേണ്ടതും എന്നതുമാണ്. രാഷ്ട്രീയ ധാർമ്മികത ചോരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഉത്തരം പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. ന്യൂസ് ഈവനിങ്ങിന്റെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു.